ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചുറ്റൊന്ന് നോക്കിയേ, ഒന്ന് ബാക്കിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, ഒന്ന് ബാക്കിലോട്ട് നോക്കിയേ. എത്ര മനോഹരം അല്ലേ! ഇവിടെ നല്ല സുന്ദരികളും സുന്ദരന്മാരായ ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഒത്തിരി പേരുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാവരുടെ ശ്രദ്ധ ഈ വെളിച്ചത്തിലേക്കാണ് പോയതല്ലേ. ഈ വെളിച്ചത്തിന് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് അല്ലേ. ഇത്ര ഇരുണ്ടിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിനകത്തും നമ്മളിങ്ങനെ ഈ ലൈറ്റ് കത്തിച്ച് പിടിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെ ശ്രദ്ധ ഈ ലൈറ്റിലേക്കാണ് പോകുന്നല്ലേ. ഒരു കാര്യം അറിയാമോ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതും ഇതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമെന്ന. എത്ര മനോഹരമല്ലേ, എത്ര ബ്യൂട്ടിഫുൾ അല്ലേ. അണയ്ക്കാറായില്ല. ഈ ഭംഗി എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം മനോഹരമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ക്യാൻസർ, മുഴകൾ, രോഗങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്തെങ്കിൽ ഇതുപോലെ പ്രകാശിക്കുന്ന പുഞ്ചിരിയെ ഇന്ന് ദൈവം നമുക്ക് തിരിച്ചു തരും. കാരണം നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇനി ഞാനൊരു എക്സ്പെരിമെന്റ് ഒന്ന് പറയുകയാണ്. ഇനി നിങ്ങളുടെ ഫോണിലെ ക്യാമറയൊന്ന് ഓൺ ചെയ്തേ. ഇത് അണയ്ക്കാതെ ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ലൈറ്റ് ഓഫായി. സെൽഫി ക്യാമറ എടുക്കാം. എങ്ങനെയുണ്ട്? കാണാൻ കൊള്ളാമെന്ന് നോക്കട്ടെ. കാണാൻ കൊള്ളാമെന്ന് നോക്കിയപ്പോഴേക്കും ലൈറ്റ് അണഞ്ഞു. എന്നിലേക്ക് എൻ്റെ ശ്രദ്ധ വന്നപ്പോഴേക്കും ലൈറ്റ് അണഞ്ഞു. എനിക്കൊന്ന് അഭിജിത്തിന്റെ ഫോൺ മാത്രം പ്രകാശിക്കുന്നതാണ്. അഭിജിത്തിന് സ്വന്തമായിട്ട് നോക്കുന്ന ഇഷ്ടമില്ല. അവൻ ഓൾറെഡി ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പല ലൈറ്റുകളും അണഞ്ഞു. ഇപ്പൊ ആ ഒരു ഭംഗിയില്ല, നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് നാം നോക്കുമ്പോൾ ഈ പ്രകാശം നഷ്ടപ്പെടും. പക്ഷെ ഇന്ന് യേശുവിലേക്ക് നോക്കിയാൽ വചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒന്ന് ലജ്ജിച്ചു പോയതിൽ അത് പ്രകാശിക്കുന്ന യേശുവിൽ നോക്കിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇന്ന് നമുക്ക് നമ്മളെ നോക്കുന്ന ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ആ പ്രകാശത്തിലേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പോകാം. ഒന്ന് വീശി ഒരു ഗാനം പാടി എല്ലാവരും. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. യേശുവിന് ആരാധന. ശബ്ദമുയർത്തി. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായി. ഒന്ന് കൊതിക്കാവോ? മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായിടുന്നേ. നിറയ്ക്കുക നിന്നഗ്നിയാ, നിറയ്ക്കുക നിൻ ശക്തിയാ, നിറയ്ക്കുക നിൻ ജീവന അങ്ങേ ഘോഷിക്കുക. അപ്പൊ അങ്ങനെ അഗ്നിയാൽ നിറയ്ക്കുക. യേശുവേ ഞങ്ങളുടെ ശക്തിയാ, നിൻ ശക്തിയാ, ജീവനാ അങ്ങേ ഘോഷിക്കുക. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായി. അപ്പൊ മുട്ടോളം പോരായേ. ഇന്ന് ഞങ്ങൾക്ക് മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ വഹിയാത്ത ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട്
ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രകാശം, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വെളിച്ചം ഇന്ന് തിരികെ നൽകി. ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുന്ന ലോകത്തിന്റെ പ്രകാശമാകുവാൻ, ലോകത്തിന്റെ വെളിച്ചമാകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇന്ന് പുതുക്കി പണിയുന്ന നന്ദി പിതാവേ. പുതിയ തുടക്കങ്ങളുടെ ഈ വർഷത്തിൽ ചിലത് പുതിയത് ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന കൃപകൾക്ക് നന്ദി പിതാവേ. ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ഞങ്ങൾക്ക് അസാധ്യമാണ്. പക്ഷെങ്കിലും ഇന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പുണ്ട്. ഞങ്ങൾ പ്രകാശിക്കും, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ ജയാളികളായി പുറത്തു വരും. യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ എന്നെ ഒന്ന് പ്രകാശമാക്കി തീർക്കണം. എന്റെ ഇരുളടഞ്ഞ ജീവിതത്തെ ദൈവമേ ഇന്ന് പുതിയതാക്കി തീർക്കണം. പുതിയ പ്രകാശം, പുതിയ ഫ്രാഗ്രൻസ്, പുതിയ സുഗന്ധം പകരുവാൻ ദൈവമേ എന്നെയും എന്റെ കുടുംബത്തെ പുതുതാക്കി തീർക്കണം. അപ്പായിന്ന് അന്യഭാഷകളൊന്ന് സ്തുതിച്ചാട്ടെ. അല്ലാത്തവർ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.